ഭാഷാവിവാദം അനാവശ്യമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. എല്ലാ ഭാഷകളും ഒരുമിച്ച് നിൽക്കുന്നതാണ് ആത്മാഭിമാനം. ഹിന്ദി ഇന്ത്യയിലെ മറ്റൊരു ഭാഷയുടെയും ശത്രുവായി മാറില്ലെന്ന് വിശ്വസിക്കുന്നുവെന്നും അമിത്ഷാ. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, ഏത് പശ്ചാത്തലത്തിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പരാമർശം ഉണ്ടായിരിക്കുന്നത്? വിശദാംശങ്ങൾ ജിഷ്ണു. അൽനബിയാർ, നിലവിൽ ഹിന്ദി ഭാഷയുമായി ബന്ധപ്പെട്ടും ഒപ്പം ഭാഷാ വിവാദം സൃഷ്ടിച്ചുകൊണ്ട് പ്രാദേശിക വികാരമുണ്ടാക്കുന്നതിനും അത് രാഷ്ട്രീയ മുതലെടുപ്പ് ശ്രമിക്കുന്നതിനുമുള്ളൊരു വലിയ ശ്രമം രാജ്യത്ത് നടന്നു വരുന്നത് സമകാലീന സംഭവങ്ങൾ പരിശോധിക്കുമ്പോൾ തമിഴ്നാട്ടിൽ MK സ്റ്റാലിൻ ആണെങ്കിലും അല്ലെങ്കിൽ കർണാടകയിലാണെങ്കിലും അത്തരത്തിൽ പ്രാദേശിക ഭാഷകളെയും ഉയർത്തിക്കൊണ്ട് അനാവശ്യമായിട്ടുള്ള ഭാഷാ വിവാദം പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായും ത്രിഭാഷാ നയം കൊണ്ടുവരികയും എല്ലാ വിദ്യാർത്ഥികളും സ്വന്തം മാതൃഭാഷ, അതായത് പ്രാദേശിക ഭാഷയ്ക്കൊപ്പം ഹിന്ദിയും ഇംഗ്ലീഷും ഉൾപ്പെടെ പഠിപ്പിച്ചുകൊണ്ട് ആ വിദ്യാഭ്യാസ നിലവാരം ഉയർത്താനുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ അതിനെ വളച്ചൊടിച്ചുകൊണ്ട് പ്രാദേശിക വികാരം ഉണർത്തുന്നതിനും പ്രാദേശിക ഭാഷാ വിവാദമുണ്ടാക്കുന്നതിനുമുള്ള വലിയ ശ്രമങ്ങൾ രാജ്യത്തുണ്ടായിരുന്നു. അതിലാണ് വളരെ കൃത്യമായ മറുപടി ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അതായത് എല്ലാ ഭാഷകളും ഒരുമിച്ച് നിൽക്കുന്നതാണ് ആത്മാഭിമാനം. ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഭാരതത്തെ സംബന്ധിച്ച് ഭാരതത്തിലെ ഭാഷകൾ കേവലം ആശയവിനിമയത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, രാജ്യത്തിൻ്റെ ആത്മാവാണ് ഓരോ ഭാഷകളും. അതിലെല്ലാ ഭാഷകളെയും, എല്ലാ പ്രാദേശിക ഭാഷകളെയും ഊർജിതമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം. ഹിന്ദി ഒരു ഭാഷയുടെയും ശത്രുവായി മാറില്ല എന്നാണ് ഞാൻ ഹൃദയത്തിൽ നിന്ന് വിശ്വസിക്കുന്നത്. എല്ലാ ഭാഷകളും ഒരുമിച്ച് നിന്ന് മുന്നേറുന്നതാണ് ആത്മാഭിമാനം. അത്തരത്തിൽ ഒരുമിച്ച് ശക്തിയായി മുൻപോട്ട് പോകുമ്പോഴേ ആത്യന്തികമായി ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കുമെന്ന് വളരെ കൃത്യമായി എന്താണോ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് എന്നുള്ളത് വളരെ കൃത്യമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. പ്രാദേശിക ഭാഷാ വിവാദം ഉയർത്തിക്കൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന നേതാക്കൾക്ക് വളരെ കൃത്യമായ മറുപടിയാണ് അമിത്ഷാ നൽകിയിട്ടുള്ളത്. അനിൽ നമ്പ്യാർ.